29 സങ്കീർത്തനമാണ് കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നത്. സാംസ് 29. അതിനകത്ത് വലിയ ദീർഘമായി ഇന്ന് നമുക്ക് എടുക്കാൻ സമയമില്ല. കാരണം ചില കാര്യങ്ങൾ കമ്പി വാചകം പോലെ പറഞ്ഞ് ദൈവം തന്ന ദൂത് ഇതിനകത്തുനിന്ന് കൈമാറാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. തുടങ്ങുന്ന ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. ആരാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ടത് സ്തുതിയും സ്തോത്രവും ആരാധനയും. താഴെ പറയാണ് മഹത്വവും ശക്തിയും ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും വന്ന് ആരാധിച്ചിട്ട് പോയാൽ പോരാ. നമ്മുടെ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് ജീവനുള്ള ആരാധന കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് ചത്ത ആരാധന വേണ്ട. ആമേൻ. ജീവനുള്ള ആരാധന. ഈ ആരാധന തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അവിടെ ഹാബേലിന്റെയും കായിന്റെയും ആരാധനയാണ് ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും കഠിനാധ്വാനം ചെയ്തതും ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുത്തത് കായീനാന്നേ ഞാൻ പറയുള്ളൂ. കാരണം പകലന്തിയോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വിഭവങ്ങളാണ് കയ്യൻ കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുത്തത്. സ്തോത്രം. എന്നാൽ ഹാബേൽ എന്താ കൊടുത്തേ? ഒരു ആട്ടിൻകുട്ടിയെ, വളരെ നിസ്സാരമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് കൊടുക്കുകയാണ്. നമ്മുടെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ നമ്മൾ പറയും ആരാധനയ്ക്ക് പ്രസാദിക്കേണ്ടത്, ദൈവത്തിന്റെ പ്രസാദം കിട്ടേണ്ടത് ആർക്കാ? കയ്യനാ കിട്ടേണ്ടത്. സ്തോത്രം. എന്നാൽ ദൈവം കയ്യന്റെ ആരാധനയിൽ പ്രസാദിച്ചില്ല. സ്തോത്രം. ഇപ്പൊ ദൈവം പ്രസാദിച്ചതിന്റെ കാരണം ഹാബേൽ ദൈവത്തിന് കൊടുത്ത ആരാധന ജീവനുള്ള ആരാധനയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജീവനുള്ള ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്ന് ജീവനില്ലാത്തൊരു സ്തോത്രം പറയരുത്. ആരാധന ദൈവം പറയും. പഴയ നിയമത്തിലെ ആരാധനകളെല്ലാം തന്നെ ആമേൻ ആട്ടുകൊറ്റിനെയും കോലാട്ടുകൊറ്റിനെയും കാളക്കിടാവിനെയും പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ജീവനോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിക്കുകയായിരുന്നു. അല്ലേ? സ്തോത്രം. അല്ലാതെ ചത്തുപോയ ഒരു കാളയെയും അവിടെ കൊണ്ടുവന്ന് ആരാധനയ്ക്ക് അർപ്പിച്ചിട്ടില്ല. സ്തോത്രം. അർപ്പിച്ചതെല്ലാം ജീവനുള്ളതായിരുന്നു. അപ്പൊ ദൈവമക്കൾ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്തോത്രമാണെങ്കിലും ആ ഒരു സ്തോത്രം ജീവനുള്ള സ്തോത്രമായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? 1:1 മുതൽ താഴോട്ട്. റോമാലേഖനം 12:1 മുതൽ താഴോട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? റോമാലേഖനം 12:1 മുതൽ താഴോട്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധിയും. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങളെ ഹല്ലേലൂയ ചത്ത് കഴിഞ്ഞിട്ടുള്ള ഒന്നും ദൈവത്തിന് വേണ്ട. ചത്തതിനെ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് ആവശ്യം നിന്റെ ജീവനുള്ള സ്തോത്രമാണ്. പാസ്റ്റർ ദാനിയേലിനെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ ആരും സ്തോത്രം പറയണ്ട. കാരണം ഞാൻ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞാൽ നിങ്ങളെ പ്രസാദിപ്പിക്കാനും അല്ല കേട്ടോ. ഞാൻ സ്തോത്രം പറയുന്നത് എൻ്റെ ദൈവത്തിനാ, എൻ്റെ ദൈവത്തിന് സ്തുതി കൊടുക്കാനാ, എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കാനാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ആരെയും പ്രസാദിപ്പിക്കാനല്ല, വലതുവശത്തിരിക്കുന്ന ആളിനെയോ ഇടതുവശത്തിരിക്കുന്ന ആളിനെയോ ഒന്നും പ്രസാദിപ്പിക്കാൻ വന്നതല്ല. നമ്മൾ ഇവിടെ വന്നത് നമ്മളെ വീണ്ടെടുത്ത, അവന്റെ മക്കളാക്കി തീർത്ത ആ ദൈവത്തെ ആരാധിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വർഗമഹോന്നതങ്ങളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ ജീവനുള്ള ആരാധന കൊടുക്കാൻ ഏറ്റെടുക്ക. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. കാരണം നമ്മൾ വന്നത് ജീവനുള്ള ആരാധന. ഹല്ലേലൂയ. ജീവനുള്ള ആരാധന. പഴയ നിയമത്തിൽ ജീവനുള്ള എല്ലാറ്റിനെയും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുമോ? അല്ല. അവിടെ ഒരു വിശുദ്ധിയുടെ പ്രമാണം കൂടെ ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. എല്ലാറ്റിനെയും യാഗം കഴിക്കാൻ പറ്റില്ല. വിശുദ്ധമായ മൃഗങ്ങളുണ്ട്, വിശുദ്ധമായ പക്ഷികളുണ്ട്. അവയെ മാത്രമേ ദൈവത്തിന് കൊടുത്താൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മർമ്മമുണ്ട്, ഒരു മഹത്വകരമായ കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന് വിശുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള ആരാധന വേണം. നമ്മൾ വായിച്ച ഈ റോമാലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ ഈ ദൂത്? ഹല്ലേലൂയ. എന്താ ദൈവത്തിന് വേണ്ട? ജീവൻ വേണം. എല്ലാ ജീവനുള്ളതും വേണ്ട, വിശുദ്ധിയുടെ ജീവൻ വേണം. ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധിയിലുള്ള ആരാധന, നിന്റെ വിശുദ്ധിയിലുള്ള സ്തോത്രം. അല്ലെങ്കിൽ നിന്റെ ശരീരം വിശുദ്ധമാണെങ്കിൽ, നമ്മുടെ സങ്കീർത്തനത്തിൽ വായിച്ചതും അത് തന്നെയല്ലേ? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക്, അവിടെ തന്നെ പറയുന്നു ദൈവപുത്രന്മാര് ദൈവത്തെ ആരാധിക്കണം. ആരെങ്കിലുമൊക്കെ ആരാധിച്ചാൽ പോരാ. ആരാധിക്കണം? ദൈവപുത്രന്മാർ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അവന്റെ പുത്രന്മാരാക്കി മാറ്റിയോ? എത്ര മക്കൾ, എത്ര പേർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ദൈവമകനാണെന്ന്, ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പൻ എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പൻ എൻ്റെ യേശുവാണെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്റെ അപ്പൻ എൻ്റെ ദൈവമാണെങ്കിൽ തൻ്റെ മക്കളെ അവൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന, പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നവർ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ നാവ് വിശുദ്ധമാണെങ്കിൽ, എൻ്റെ ശബ്ദം വിശുദ്ധമാണെങ്കിൽ, എൻ്റെ ശരീരം വിശുദ്ധമാണെങ്കിൽ, എൻ്റെ ജീവിതം വിശുദ്ധമാണെങ്കിൽ, എൻ്റെ ആരാധന സ്വർഗം സ്വീകരിക്കും. എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. എൻ്റെ ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? ദൈവപുത്രന്മാർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ദൈവസ്നേഹമാണ് ദൈവം നമ്മളെ മക്കളാക്കി മാറ്റിയതല്ലേ? ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ മക്കളാക്കിയതെന്ന്. എന്താ സ്നേഹം? സ്വന്തം പുത്രനെ നമുക്ക് തന്നതാണ് സ്നേഹം. കാൽവറി തകർത്തതാണ് സ്നേഹം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ സ്നേഹം എന്ന് പറയുന്നത് എത്ര വലിയ സ്നേഹം! എന്റെ കർത്താവിന്റെ അത്രയും വലിയൊരു നന്മ വേറെ ഇല്ല. ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം, എന്റെ ദൈവത്തെ, ആമേൻ, എന്റെ കർത്താവിനെ, ആമേൻ, യേശു കർത്താവിനെ എനിക്ക് വേണ്ടി സ്വർഗമഹോന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന് കാൽവറിയിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ വേറൊരു സ്നേഹമില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവപുത്രന്മാർ യഹോവയ്ക്ക് കൊടുക്കണം. അടുത്തത് യഹോവയ്ക്ക് മഹത്വം കൊടുക്കണം, ശക്തി കൊടുക്കണം. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. മഹത്വം, അവന്റെ നാമം, അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ, അവന്റെ നാമം എല്ലാ നാമത്തിനും, അവന്റെ നാമം ഉയർന്നിരിക്കുന്ന നാമം. ആമേൻ. ഏത് ഉന്നതന്റെയും മീതെ ഒരു അത്യുന്നതനുണ്ട്. സകല ഉന്നതർക്കും മീതെ ഉയർന്നിരിക്കുന്ന നാമം. ഹലോ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ നാമം ലോകത്തിലെ ഏതൊരു വ്യക്തിയാണോ നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്നത്, ഏറ്റവും ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മീതെ ഉള്ള നാമം. ഹലോ, നിങ്ങൾക്ക് എന്താ സ്വോത്രം പറയാൻ പറ്റാത്തത്? ഹല്ലേലൂയ. അതെന്റെ യേശുവിന്റെ നാമമാണ്. അപ്പോൾ ആ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അപ്പോൾ നിന്റെ സ്തുതിയും നിന്റെ സ്തോത്രവും ആരാധനയും എവിടം വരെ ചെല്ലണം? എല്ലാ നാമത്തിന്റെയും മീതെ ചെല്ലണം. ഓ ജീസസ്. നമ്മുടെ ആരാധന ഈ റൂഫിനകത്ത് ഒതുങ്ങുന്നതാകരുത്. കൊടുക്കാവുന്നതിൽ പരമാവധി ശബ്ദത്തിൽ, കൊടുക്കാവുന്നതിൽ പരമാവധി ആരോഗ്യത്തിൽ, അതാ ബലത്തോടെ. അങ്ങനല്ലേ പറഞ്ഞ? മഹത്വം കൊടുക്കണം, ശക്തി കൊടുക്കണം. അതിന്റെ അർത്ഥം ദൈവത്തെ ആരാധിക്കുമ്പോൾ മയങ്ങിയും കോട്ടുവായിട്ട് ഇരുന്നല്ല ആരാധിക്കേണ്ടത്, ശക്തിയോ. ബൈബിൾ അങ്ങനെ പറയല്ലേ ദൈവമക്കളെ. പാസ്റ്റർ ദാനിയേൽ ഇന്നലെ രാത്രി എഴുതിക്കൊണ്ട് വന്നതല്ല ഇവിടെ വായിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ശക്തിയോടെ കൊടുക്കണം. ഞാൻ ഇത്രേ ശക്തിയോടെ പ്രസംഗിക്കുന്നത് എനിക്ക് ഈ ആഴ്ച പ്രസംഗം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, നാളെ പ്രസംഗം ഇല്ലാഞ്ഞിട്ടാണോ? ഈ ആഴ്ച കർണാടക സ്റ്റേറ്റ് കൺവെൻഷന് വരെ പ്രസംഗിക്കണം. എനിക്ക് ശബ്ദമില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് ശബ്ദം തുറന്നു തരാൻ പറ്റുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ആമേ, എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് പറ്റിയാൽ, ആമേ, എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ സമയത്ത് ശബ്ദം തുറക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എന്തെല്ലാം ഓട്ടം ഉണ്ടോ അതിനപ്പുറത്തെ ഓട്ടം എനിക്കുണ്ട്. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി പകൽക്കാലം ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കും. നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ കൈവിടത്തില്ല, നിന്റെ കൂടെ ഇരിക്കും, നിനക്ക് വേണ്ടി ഇറങ്ങി വരും നിന്റെ ആരാധനയിൽ.
സ്വർഗം ഇറങ്ങി വരുമെന്ന്. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച്, അപ്പൊ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നാ ഞാൻ പറഞ്ഞേ? വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച്. ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? വർഷിപ്പ് ദ ലോർഡ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ഹോളിനെസ്. ആമേൻ. വിശുദ്ധിയുടെ ഉടുപ്പിട്ടോട് ഒരാളെ പറഞ്ഞത്, വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിക്ക് ഒരു സൗന്ദര്യം ഉണ്ടെന്നേ. നീ വിശുദ്ധനാണോ? നീ വിശുദ്ധയാണോ? നിനക്കൊരു ബ്യൂട്ടി ഉണ്ട്. ഓ, അത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ലല്ലോ. മുഖത്ത് നീ ചായം തേച്ചില്ലെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, നീ പൗഡർ ഇട്ടില്ലെങ്കിലും, നീ സ്പ്രേ അടിച്ചില്ലെങ്കിലും, നീ ഒന്നും ചെയ്തില്ലെങ്കിലും, നീ വിശുദ്ധിയോടാണോ ജീവിക്കുന്നത്? നിനക്കൊരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് കടമെടുക്കാൻ പറ്റുന്നതല്ല. ദൈവം നിനക്ക് തന്ന സൗന്ദര്യമാണ്. ദൈവം നിനക്ക് തന്ന ബ്യൂട്ടിയാണ്. ആ ബ്യൂട്ടിയിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കേണ്ടത് worship the Lord in the beauty of holiness. ഹല്ലേലൂയ. ആ വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ ദൈവത്തെ ആരാധിക്കണം. സഹോദരൻ പറയാമോ? അവിടെ നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ഇടപെടാൻ തുടങ്ങും. അവിടെ ദൈവത്തിന് ശബ്ദം മുഴങ്ങും. അവിടെ ദൈവശബ്ദം വെളിപ്പെടും. അവിടെ ദൈവം സംസാരിക്കാൻ തുടങ്ങും. അവിടെ ചില ഉടമ്പടികൾ വെളിപ്പെടും. അവിടെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും. അവിടെ നടക്കാത്ത ചിലത് നടക്കും. അവിടെ സംഭവിച്ചിട്ടില്ലാത്ത ചിലത് സംഭവിക്കും. അവിടെ അസാധ്യമായ ചിലത് സാധ്യമാകാൻ തുടങ്ങും. അവിടെ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറാൻ തുടങ്ങും. അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ തുടങ്ങും. അവിടെ മഹത്വം ഇറങ്ങാൻ തുടങ്ങും. ഏറ്റെടുക്ക പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. താഴോട്ട് പറയുന്നതെല്ലാം ദൈവശബ്ദത്തെ കുറിച്ചാണ്. അത് പ്രസംഗിക്കാൻ വേറൊരു ദിവസം പ്രസംഗിക്കാം. അത് പ്രസംഗിക്കാൻ പോയാൽ ഇന്ന് തീരത്തില്ല. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആരാധന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടും. അത് വെള്ളത്തിൻ്റെ മീതെ മുഴങ്ങും. പെരുവെള്ളത്തിൻ്റെ മീതെ മഹത്വത്തിന് ദൈവത്തിൻ്റെ ഇടിമുഴക്കും. ശക്തിയോടെ മുഴങ്ങും. മഹിമയോടെ മുഴങ്ങും. അത് ദേവദാരുക്കളെ തകർക്കും. ഹല്ലേലൂയ. അവനവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സീരോനെയും കാട്ടുപോത്തും കുട്ടിയെ പോലെ തുള്ളിക്കും. ഹോ, സ്തോത്രം. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കും. ഈ ദൈവശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവശബ്ദം നിനക്ക് അനുകൂലമായിട്ട് വരും. ദൈവശബ്ദം നിനക്ക് അനുകൂലമായിട്ട് ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. ദൈവം നിനക്ക് വേണ്ടി ഡീൽ ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവശബ്ദം നിനക്ക് വേണ്ടി ചെങ്കടൽ പിളർക്കും. ദൈവം നിനക്ക് വേണ്ടി യോർദാൻ പിളർക്കും. ദൈവം നിനക്ക് വേണ്ടി ആമേൻ ചിലതിനെ തകർത്തു മാറ്റും. ദൈവം നിനക്ക് വേണ്ടി പർവ്വതങ്ങളെ മാറ്റിത്തരും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നിനക്കെതിരെ വരുന്ന തീയെ അവൻ ചിഹ്നിപ്പിച്ചു കളയും. നിന്നെ തൊടാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവശബ്ദം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. സന്തോഷമുള്ളവരും ദൈവത്തെ സ്തുതിച്ചേ. ഏറ്റവും ഒടുവിലത്തെ വാക്യം എന്താ പറയുന്നേ? യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ഓ ജീസസ്. ഹല്ലേലൂയ. ഈ ശബ്ദം എല്ലാം മുഴങ്ങി ആരാധനയെല്ലാം വെളിപ്പെട്ട് എല്ലാം കഴിയുമ്പോൾ തന്റെ ജനം ക്ഷീണിച്ച് കോട്ടുവാ വിടുമെന്നാണോ?
Praise the Lord. തന്റെ ജനം ബലഹീനമായി ഇരുന്ന് ഉറങ്ങുമെന്നാണോ? സ്തോത്രം. അല്ല, എന്ത് ചെയ്യുന്ന? തന്റെ ജനം ശക്തിപ്പെടും. ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി, ഏത് പ്രതികൂലത്തെ ഓവർകം ചെയ്യാനുള്ള പവർ, ഏത് പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ശക്തി ഇന്ന് മകൾക്കാണ്. എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഇന്ന് ഈ 2025 നീ നേരിടാൻ പോകുന്ന സകല പ്രതിസന്ധിയുടെ നടുവിലും നീ അല്ല സംസാരിക്കുന്നത്, നീ അല്ല ഇടപെടുന്നത്, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇടപെടുന്ന ഒരു ദൈവം. ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവർക്കായി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ശബ്ദിക്കുന്ന ഒരു ശബ്ദമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ട്. അത് കഴിഞ്ഞ് നിന്നെ ദൈവം ബലപ്പെടുത്തും. 2025 നിന്റെ ഓഫീസിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ഭാവിയിൽ, നിനക്കെതിരെ നിന്റെ ആരോഗ്യത്തിൽ പോരാടി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മീതെ പറക്കുന്ന, അതിജീവിക്കുന്ന ഒരു വർഷമാക്കും. തോൽവിയുടെ വർഷമല്ല, പരാജയത്തിന്റെ വർഷമല്ല, നീ താണുപോകുന്ന വർഷമല്ല, നിന്റെ ശബ്ദം അടഞ്ഞു പോകുന്ന വർഷമല്ല. അവൻ നിനക്ക് വേണ്ടി ബലം വെളിപ്പെടുത്തുന്ന വർഷം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രബോധനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.